മീറ്റ് അൻവിൻ ജോസ്. അൻവിൻ ജോസിന് 21 വണ്ടി ഇല്ലാന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പം ഇത്രയും കുറേ മാസങ്ങളായിട്ട് ഈ വണ്ടി ഇവിടെ തന്നെ കിടക്കുക. അത് കഴിഞ്ഞിട്ട് BMW, ഇതാ പുള്ളിയുടെ BMW. ഇതിപ്പോ ഈ അടുത്ത സമയത്താണ്, ഇത് ഒരു മാസത്തിനകത്ത്. അൻവിൻ കല്യാണം കഴിച്ച ഒരു വ്യക്തിയായിരുന്നിട്ട് ബാംഗ്ലൂരിലുള്ള യുവതികളുടെ ഇടയിൽ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിവാഹം വാഗ്ദാനം ചെയ്തതും ഒന്നുമല്ലായിരുന്നു നമ്മളുടെ കോണ്ടിനെന്റിന്റെ കോൾ ഔട്ട്. നമ്മൾ അൻവിനെ കോൾ ഔട്ട് ചെയ്തത് അൻവിൻ പൈസ ഉണ്ടാക്കുന്നതിൻ്റെ രീതിയും അൻവിൻ്റെ സ്കാം അക്യൂസേഷനും മാത്രമാണ്. അൻവിൻ UK പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സോഴ്സ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുടെ ഇടയ്ക്ക് വീസ വാഗ്ദാനം ചെയ്തിട്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പൈസ. ഈ പൈസ അൻവിൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിലോട്ടാണ് അൻവിൻ മേടിച്ചുകൊണ്ടിരുന്നത്. അൻവിൻ്റെ കെയർ ഹോമിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അൻവിൻ പറഞ്ഞത് 21 കോടിയുടെ പ്രോഫിറ്റാണ് അൻവിൻ ഉണ്ടാക്കിയെന്നുള്ളതാണ്. അത് അൻവിൻ ഒന്ന് തെളിയിച്ച് കാണിക്കുക. ഒരു കെയർ ഹോമിനെ കുറിച്ച് ആൾക്കാർക്ക് UK അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. കാരണം 21 കോടി രൂപ ഒരു മൊത്തത്തിലുള്ള ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എത്ര ആയിരിക്കും പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളത്. അതിനകത്തുനിന്ന് 30% മാത്രം പ്രോഫിറ്റ് എടുക്കുന്ന ഒരു എംപ്ലോയി മാത്രമായിരുന്നു അൻവിൻ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ. ബട്ട് അൻവിൻ്റെ ബിഗ്ഗസ്റ്റ് സ്കാം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അൻവിൻ 18 ലക്ഷം രൂപയ്ക്കും 16 ലക്ഷം രൂപയ്ക്കും 14 ലക്ഷം രൂപയ്ക്കും ഒക്കെ കൊടുക്കുന്ന അൻവിൻ്റെ ഓട്ടോ സ്പാ എക്സ്പ്രസ് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി. ആ ഫ്രാഞ്ചൈസിന്റെ പുറകിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ പൈസ കൊടുത്തിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞല്ലോ, ജാനുവരിയിൽ ഞാൻ കൊടുത്തു, പുള്ളി 2 ആഴ്ചയിൽ ബിൽഡ് ചെയ്തിട്ട് തരാ പറഞ്ഞിട്ടുള്ള വാനിക്ക് എണ്ണ കിട്ടിയിട്ടുള്ളൂ എന്ന് ചോദിക്കും. എന്നാ കിട്ടിയ? എനിക്ക് മാർച്ച് എൻഡ് ആവുമ്പോഴാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എന്തായാലും മാർച്ച് മാസമാണ്. ഇതൊക്കെ പോട്ടെ, ഇതെല്ലാം പോട്ടെ, പക്ഷേ അൻവിന് UK ഗവൺമെന്റിന് പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഓട്ടോസ്പാ എക്സ്പ്രസിലൂടെ അൻവിൻ വാഗ്ദാനം ചെയ്യുന്നത്. അതായത് ഈ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർക്ക് 2 UK വീസയും കൂടെ അൻവിൻ ഓഫർ ചെയ്യുന്നുണ്ട്. അൻവിൻ ആരാധന ഇത്രയും കോൾ ഔട്ട് ചെയ്തതിന് ശേഷവും അൻവിൻ്റെ കള്ളത്തരങ്ങൾ മാറ്റിയിട്ടില്ല. അതിന് തെളിയിക്കുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുറത്തോട്ട് പോവാ, ഈ കിടക്കുന്ന വണ്ടികളൊന്നും ഓടത്തില്ല. എന്റെ സെക്കൻഡ് ഹാൻഡ് BMW എടുത്ത് ഞാൻ ഒരു സ്ഥലം വരെ പോവാ. നിങ്ങൾ ആ കണ്ട അൻവിൻ്റെ സെക്കൻഡ് ഹാൻഡ് BMW അൻവിൻ്റെ അല്ല, 1.5 വർഷം മുമ്പ് അത് വേറൊരു വ്യക്തി മേടിച്ചിട്ടുള്ളൊരു സാധനമാണ്. അതിൻ്റെ പ്രൂഫും കാണിക്കാം. എൻ്റെ ചേട്ടൻ്റെ ഉണ്ട്, അൻവിൻ്റെ ഏതോ കൂട്ടുകാരൻ്റെ 1.5 വർഷം മുന്നേ വാങ്ങിച്ച. 1.5 വർഷമായിട്ട് എൻ്റെ ചേട്ടൻ്റെ ഇല്ല. കള്ളത്തരങ്ങൾ എവിടെയും തീരുന്നില്ല. അൻവിൻ നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അൻവിൻ്റെ എതിരെ സംസാരിച്ചു എന്ന് പറയുന്ന UK എല്ലാ കുട്ടികളെയും പോയി കണ്ടു കഴിഞ്ഞിട്ട് അവരെ ടോർച്ചറും അവരെ ഹ്യൂമിലിയേറ്റും അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ എനിക്കെതിരെ വരെ തിരിച്ചു തുടങ്ങി. അതും തെളിയിച്ചു തരാം. അൻവിന്റെ ബിസിനസ് അക്കൗണ്ട്സ് വ്യക്തമാണെന്നും അവൻ പറഞ്ഞ ഓരോ കണക്കുകളും ശരിയാണെന്നും ഞാൻ വളരെ വ്യക്തമായി അദ്ദേഹത്തോട് പറഞ്ഞതാണ്. എന്താണ് ഇതെന്ന് വെച്ചാൽ, എൻ്റെ അടുത്തും ഈ പറയണത് പോലെ ഒരു എൻക്വയറി ടൈപ്പാണ്. നിങ്ങൾ എന്തെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്തോ ചെയ്തില്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണ്ട, അങ്ങനെ കള്ളത്തരങ്ങൾ എവിടെയും തീരുന്നില്ല. സൈലന്റ് ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മറവിൽ അൻവിൻ കോഴ്സ് സെല്ല് ചെയ്ത് തുടങ്ങിയ സമയത്താണ് അൻവിനെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ പറയുന്ന സൈലന്റ് ഇക്വിറ്റിയുടെ പാർട്ട്നേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചു. അൻവിൻ അതിനകത്ത് വെറും ഒരു പാർട്ട്ണർ മാത്രമാണ്. അതുകൊണ്ട് ആ കമ്പനിയെ അടച്ചാക്ഷേപിക്കാൻ എനിക്ക് ഈ സാഹചര്യത്തിൽ കഴിയത്തില്ല. സോ കമ്മിങ് ടു ദ പോയിന്റ്, അൻവിൻ നാട്ടിൽ വന്നിട്ട് കുറച്ച് ഇന്റർവ്യൂസും നടത്തി അൻവിൻ്റെ ഫേക്ക് ലൈഫ് സ്റ്റൈല് ഉറപ്പിച്ച് അതിനുശേഷം കുറച്ച് ഒന്നും അറിയാത്ത കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെയും കൂടെ അയാളുടെ കൂടെ കൂട്ടിയിട്ട് കുറച്ച് ബ്രാൻഡ് ഡീലുകൾ ഒപ്പിച്ച് കഴിഞ്ഞിട്ട് അൻവിൻ ഇവിടെ നടത്താൻ കൊണ്ടുപോയിരുന്ന ഒരു സ്കാം, അത് നടക്കുന്നതിന് നമ്മൾ കോൾ ഔട്ട് ചെയ്തു. ഒരു സ്കാം നടന്നതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനെക്കാട്ടി നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അത് നടക്കുന്നതിന് മുമ്പ് തടയുന്നത്. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം തരക്കട്ടെ. ഇൻഫ്ലുവൻസേഴ്സിനെ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക.